പറയേണ്ടത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ അമേരിക്ക ചുമത്തിയിരിക്കുന്ന രാജ്യമായിട്ട് മാറുകയാണ് ഇന്ത്യ. ആദ്യം നമുക്കറിയാവുന്നതുപോലെ ജൂലൈ 30-നാണ് 25% തീരുവ ഇറക്കുമതി തീരുവ ഉയർത്തിയുന്നത്. അതുകൂടാതെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതിന് പിഴ ഈടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ അതായത് വലിയ തോതിലുള്ള 25%-ഓളം ഇറക്കുമതി തീരുവ കൂടാതെ തന്നെ പിഴ, ഇങ്ങനെ ഇടുത്തിയായിട്ട് ഇരട്ടടിയാണ് അമേരിക്കയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഇന്ത്യക്ക് മേൽ വന്ന് പതിച്ചത്. അതിനുശേഷം ഇപ്പോൾ അത് 50%, അതായത് 25+25 എന്ന നിലയിൽ 50%-മായി ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വലിയ തോതിൽ, അതായത് പറയുന്ന കാരണം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, ആയുധ ഇടപാടുകൾ നടത്തുന്നു, ഇതൊന്നും ശരിയല്ല. റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് റഷ്യയുമായി ഈ രീതിയിൽ ഒരു വ്യാപാര ബന്ധം ഏർപ്പെടുന്നത്, അതുപോലെ ആയുധങ്ങൾ വാങ്ങുന്നത്? ഇതൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൈ ഫ്രണ്ട് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഈ അധിക നികുതി ഭാരത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. കൃത്യമായും ഇതിൽ ഉന്നമിടുന്നത് റഷ്യയാണ് എന്നുള്ളത് വ്യക്തമാണ്. റഷ്യയുമായി ഊർജം വാങ്ങുന്ന ഏത് രാജ്യത്തിനും 100% തീരുവ പ്രഖ്യാപിക്കും, ചുമത്തും എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ആ തീരുവ പ്രഖ്യാപനം ഇപ്പോൾ 25% കൂടുതലാക്കിക്കൊണ്ട് ട്രംപ് ഇങ്ങനെ ഒരു പുതിയൊരു തീരുമാനം ഏർപ്പെടുത്തുമ്പോൾ അത് ഇന്ത്യക്ക് മേലുണ്ടാകുന്ന സാമ്പത്തികമായും അതുപോലെ വ്യാപാര രംഗത്തുമൊക്കെ ഏൽപ്പിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇതിപ്പോൾ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ ഇറക്കുമതി ഈ തീരുമാനം 50% എന്നുള്ള തീരുവ അത് നടപ്പാക്കി തുടങ്ങുമെന്നുള്ളതാണ്. പി ബസന്ത് കൂടി തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബസന്ത്, ഇത് ഏതു തരത്തിലുണ്ടാകുന്ന പ്രത്യാഘാതത്തെ പറ്റിയാണ് നമ്മൾ ഈ നിമിഷം ചർച്ച ചെയ്യേണ്ടത് തോന്നുന്നു. ഓഗസ്റ്റ് 1 മുതൽ 25% എന്നുള്ളത് മുൻകാല പ്രാബല്യത്തോടു കൂടി അതിപ്പോൾ നടപ്പിലാക്കി വരികയാണ്. ഈ 50% സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇത്രയും തീരുവ ചുമത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുന്ന ഉൾപ്പെടെ നമ്മുടെ സാമ്പത്തിക രംഗത്ത്, വ്യാപാര രംഗത്ത് വലിയ തകർച്ചയ്ക്ക് ഇടയാക്കും. അതെങ്ങനെയാകും? ഇന്ത്യയുടെ സമ്പദ്ഘടന എന്ന് പറയുന്ന എക്സ്പോർട്ട് ഓറിയന്റഡ് അല്ല, അത് ഡൊമസ്റ്റിക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമി അല്ല ഇന്ത്യക്കുള്ളത്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഡൊമസ്റ്റിക് ഓറിയന്റഡ് ആണ്. മാത്രമല്ല, അമേരിക്ക തീരുവ കുറയ്ക്കണം എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതോടൊപ്പം തന്നെ ക്ഷീരോൽപ്പന്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അമേരിക്ക അവരുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ കമ്പോളം തുറന്നു കൊടുക്കണം എന്ന് പറയുന്നത്. അത് ഇന്ത്യ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കാർഷിക മേഖലയിൽ ഊന്നിയതാണ് ഇന്ത്യയുടെ